ഇന്ന് 4 മണിക്കായിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ ആദ്യമായിട്ട് തന്നെ പഴം പുഴുങ്ങാണ് വേണ്ടത്. പഴം പുഴുങ്ങാനായിട്ട് അവിടെ പഴമൊക്കെ പീസാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുകയാണ്. വരാറായിട്ടുണ്ട്. ഒരു വിസിൽ വന്നു, ഒരു വിസിലും കൂടി ഇപ്പോൾ വരും. പിന്നെ 3 വിസിലായി നമ്മൾ ഓഫ് ചെയ്യും. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് പിന്നെ ബ്രെഡിൻ്റെ സ്നാക്സിലോട്ട് ഉള്ളതാണ്. പഴം ഫില്ലിംഗ് ആയിട്ട് ഉള്ളിൽ വെക്കാനുള്ളതാണ്, കട്ട്ലേറ്റ് പോലെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് സ്മാഷ് ചെയ്ത് ഇങ്ങനെ ഉടച്ചെടുക്കണം. പുഴുങ്ങിയ പഴം നേരത്തെ കുക്കറിൽ വെച്ച് പുഴുങ്ങിയല്ലോ ആ പഴം. ഇത് കഴിഞ്ഞിട്ട് ബ്രെഡ് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ എഗ് യോക്കിൽ കോട്ട് ചെയ്ത് റസ്ക് പൊടി അതിൽ മുക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് അത്രയേ ഉള്ളൂ. അതിനുള്ള റസ്ക് പൊടി ചോക്ലേറ്റാണ്. റസ്ക് പൊടി ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ ബ്രെഡ് കട്ട് ചെയ്തെടുക്കണം, അതാണ് നെക്സ്റ്റ്. ബ്രെഡ് കട്ട് ചെയ്യാനായിട്ട് ഇതാ ഞാൻ ഈ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് സർക്കിളാക്കിയിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ സ്നാക്സിലോട്ടായിട്ട് ഈ ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ട് ഈ പാത്രം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത 2 ബ്രെഡിൻ്റെ റൗണ്ട് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇതങ്ങനെ നല്ല കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി അങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ. എല്ലാം തന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്നാക്സിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചത്. ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ റൗണ്ടായിട്ട് എടുത്തിട്ട് ഈ സ്മാഷ് ചെയ്ത് വെച്ച പഴം എടുത്തിട്ട് ഇതിലൂടെ അങ്ങനെ പ്രസ് ചെയ്ത് ഫില്ലിംഗ് ആയിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇതിനായിട്ട് വെച്ചിട്ട് ഉള്ളിലിങ്ങനെ വെച്ച് വേറെ സ്നാക്ക് എടുത്ത് വേറൊരു കഷ്ണം എടുത്ത് ഇങ്ങനെ പിടിച്ച് വയ്ക്കും. അങ്ങനെ എല്ലാം ചെയ്തെടുക്കണം നമ്മൾ. നെക്സ്റ്റ് നമ്മൾ ഈ എഗ്ഗ് ഒന്ന് പൊട്ടിച്ച് അതിൽ എഗ്ഗിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. സെറ്റാക്കി വെച്ച ഓരോന്നും അടിച്ചെടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റവ് കത്തിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നെയ്യ് ഒഴിച്ചിട്ട് ഓരോന്നും ഡിപ്പ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇടണം. ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാനാണ്. ഈ ഫ്രൈ പാൻ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ മരത്തിൻ്റെ തവ കൊണ്ട് വേണം യൂസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കോറലുകളൊക്കെ വീഴും. നെക്സ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സംഭവം ഈ മുട്ടയുടെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. ബ്രെഡ് ക്രംസ് റസ്കിൻ്റെ പൊടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. കോട്ട് ചെയ്തെടുത്ത് സൈഡ് മുക്ക് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആയി കിട്ടും. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിടുക. എണ്ണയല്ല നെയ്യ് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം കൂടി വയ്ക്കാം. വീണ്ടും മുട്ടയുടെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിനും കൂടി ഒന്ന് മുക്കിയെടുക്കണം. ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കാം. നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് റസ്കിൻ്റെ പൊടി ഉണ്ട് കേട്ടോ അതിൽ. ബ്രെഡും റസ്കും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബ്രെഡ് വെച്ചിട്ട് ചെയ്തത് മാത്രം. ഉള്ളിലെ പഴം ഫില്ലിങ് ആണ്.
കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരെണ്ണം കൂടി വെക്കാൻ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി നമുക്ക് വെക്കാം. ഒരുമിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് ഈ ബ്രെഡിൻ്റെ കട്ട്ലേറ്റും പിന്നെ പൈനാപ്പിൾ പുഡിങ്ങും ആണ്. അതിൽ കിടന്ന് നന്നായി മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അവർക്കുള്ള 3 എണ്ണം ആദ്യം ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ടേസ്റ്റ് ഉണ്ട്. ഉള്ളിൽ പഴമാണെന്നൊന്നും മനസ്സിലാവില്ല. കട്ട്ലേറ്റ് പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവരൊക്കെ കൊടുത്തതൊക്കെ വേഗം കാലിയാക്കി തന്നു. വിചാരിച്ച പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് സോസിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കഴിച്ച് നോക്കാം.